അനിമേഷൻ ഇൻഡസ്ട്രിയിൽ മെയിൻലി നമ്മൾ സോഫ്റ്റ്വെയർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ 3D അനിമേഷനാണ് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഫോട്ടോഷോപ്പ്, അതുപോലെ പ്രീമിയർ, അതുപോലെ ഉള്ള സോഫ്റ്റ്വെയർസ് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിനും അതുപോലെ തന്നെ ഓഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഓഡിഷൻ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആഫ്റ്റർ എഫക്ട്സ്, ന്യൂക്കും കോമ്പോസിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ലുക്ക് ഓഫ് അനിമേഷനും ആ ഒരു ലുക്ക് ആൻഡ് ഫീലിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് വിഷ്വൽ എഫക്ട്സും എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ കളർ ഗ്രേഡിങ്ങും ലാസ്റ്റ് ഫൈനൽ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് അതും നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ സൗണ്ട് എഡിറ്റിങ്ങിനോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈനൽ കട്ട് പ്രോയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓഡിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻഡസ്ട്രി സോഫ്റ്റ്വെയർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. ഒരു 75% സോഫ്റ്റ്വെയർ ബേസ്ഡ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്.